ശ്രീ ചിത്ര തിരുനാളും ഭാരതാംബയും ഒക്കെ കണി കാണാൻ കൊള്ളുന്നവരല്ല എന്ന ഇടതുപക്ഷവാദത്തിനെ അപ്പാടെ മാച്ചുകളയുകയാണ് പുതിയ കോർപ്പറേഷൻ ഭരണാധികാരികൾ. CPM നേതാവ് ആര്യ രാജേന്ദ്രൻ മേയറായിരുന്ന LDF ഭരണസമിതി കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ നിന്ന് ഒഴിവാക്കിയ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ ചിത്രം തിരിച്ചെത്തിച്ചിരിക്കുകയാണ് BJP. അഴിമതിയും സ്വജനപക്ഷപാതവും കൈമുതലാക്കാത്ത ഒരു ഭരണാധികാരിയെ മാതൃകയാക്കാൻ മടിച്ചു തന്നെയാകണം വികസന പദ്ധതികൾ കൊണ്ട് കേരളത്തെ അമ്പരപ്പിച്ച ഒരു ഭരണാധികാരിയുടെ ചിത്രം ചവറ്റുകുട്ടയിൽ എറിയാനുണ്ടായ കാരണം. എന്തായാലും അത് തിരിച്ചെത്തിച്ച് ഞങ്ങൾ വികസനത്തിനൊപ്പം തന്നെയാണ് എന്ന് ഒരിക്കൽ കൂടി BJP വ്യക്തമാക്കിയിരിക്കുന്നു. ചിത്രം തിരിച്ചു സ്ഥാപിച്ചതോടെ കോർപ്പറേഷനിൽ LDF BJP തർക്കം ഉടലെടുത്തു. 4 പതിറ്റാണ്ടിന് ശേഷം CPM-ൽ നിന്ന് കോർപ്പറേഷൻ ഭരണം BJP പിടിച്ചെടുത്തതിന് പിന്നാലെ VK പ്രശാന്ത് MLA-യും BJP കൗൺസിലറായ R ശ്രീലേഖയും തമ്മിലൊരു തർക്കമുണ്ടായിരുന്നു. അതിനുശേഷം കോർപ്പറേഷനും KSRTC-യും തമ്മിൽ ഉരസലുണ്ടായി, ഇലക്ട്രിക് ബസ് വിവാദമുണ്ടായി. ഇതിനൊക്കെ തുടർച്ചയാണ് ഇപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ പേരിലും വിവാദമുണ്ടായിരിക്കുന്നത്. മുൻപ് ചിത്രം മാറ്റിയപ്പോൾ BJP പ്രതിഷേധം ഉയർത്തിയിരുന്നു. അന്നത് മുഖവിലക്കെടുക്കാൻ LDF ഭരണസമിതി തയ്യാറായിരുന്നില്ല. ചിത്രം മുൻപ് അവിടെ ഉണ്ടായിരുന്നതാണെന്നും ഇടക്കാലത്ത് ഒഴിവാക്കപ്പെട്ട ചിത്രം തിരിച്ചുവെക്കുക മാത്രമാണ് ചെയ്തത് എന്നും മേയർ VV രാജേഷ് പറഞ്ഞു. 1940-ൽ കോർപ്പറേഷൻ രൂപീകരിച്ചതു മുതൽ മേയറുടെ ഡയസിന് പുറകിൽ സ്ഥാപിച്ചിരുന്ന ചിത്തിര തിരുനാളിന്റെ ഫോട്ടോ മുൻ LDF ഭരണസമിതിയുടെ അവസാന നാളിലാണ് നീക്കം ചെയ്തത്. BJP-യുടെ നേതൃത്വത്തിൽ പുതിയ ഭരണസമിതി അധികാരമേറ്റതിനു പിന്നാലെ ഈ ചിത്രം പുനഃസ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടാണ് പുതിയ വിവാദം.